ഹായ് ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BBA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. 3 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എലിജിബിലിറ്റി 12th പാസ്സായ ആർക്കും ഈ കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. +2 സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ആർക്കും പഠിക്കാം. ഫീസ് വരുന്നത് 1 lakhിനിടയിലായിരിക്കും. ഓരോ സ്ഥാപനത്തിനനുസരിച്ച് ഫീസിൻ്റെ കാര്യത്തിൽ കുറവും കൂടുതലും ഒക്കെ ഉണ്ടാവും. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, ബിസിനസ് ലോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അക്കൗണ്ടിംഗ് തുടങ്ങി ധാരാളം സബ്ജക്റ്റ് നിങ്ങൾക്കിതിൽ പഠിക്കാനുണ്ടാവും. അടുത്തായിട്ട് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻട്രൻസ് ബേസ്ഡ് ഉണ്ടാവും ചില കോളേജസിൽ, അതുപോലെ തന്നെ മെറിറ്റ് ബേസ്ഡ് ഉണ്ടാവും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൂടാതെ മാനേജ്മെൻറ്റ് സീറ്റ് നമുക്ക് ഡൊണേഷനൊക്കെ കൊടുത്ത് മാനേജ്മെൻറ്റ് സീറ്റ് മേടിക്കാവുന്നതാണ്. BBA കോഴ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മേഖലകൾ ഇവയൊക്കെയാണ്: ബിസിനസ് റിലേറ്റഡ് ഫീൽഡ്, ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, കൺസൾട്ടിംഗ്, സപ്ലൈ ചെയിൻ, പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ്, ഡാറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ധാരാളം ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. BBA കോഴ്സിന് ശേഷം നിങ്ങൾക്ക് പല മേഖലകളിലും ജോലി ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഡിജിറ്റൽ മാർക്കറ്റർ, ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ, പ്രോസസ് അനലിസ്റ്റ്, പ്രോഡക്റ്റ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ബിസിനസ് കൺസൾട്ടൻറ്റ്, മാർക്കറ്റിംഗ് മാനേജർ തുടങ്ങി ധാരാളം അവസരങ്ങളുണ്ട്. BBA എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ കോഴ്സാണ്. അത് പഠിച്ചിറങ്ങിയ ഉടനെ നമുക്ക് ജോലി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മുന്നോട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ലാതെ തന്നെ ജോലിക്ക് കയറുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിലും നമ്മുടെ കഴിവും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. BBAക്ക് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളും കൂടി നമുക്ക് നോക്കാം. MBA, PGDM, LLB അഥവാ ബാച്ചിലേഴ്സ് ഇൻ ലോ, CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, MFC മാസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കൺട്രോൾ, CS അഥവാ കമ്പനി സെക്രട്ടറി, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മാസ്റ്റേഴ്സ് ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, മാസ്റ്റർ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MHRM മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, MMM അഥവാ മാസ്റ്റർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് തുടങ്ങി ധാരാളം കോഴ്സുകൾ നിങ്ങൾക്ക് BBA കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് കൂടുതലായിട്ടും പഠിക്കാൻ നല്ലതെന്ന് പറയുന്നത് ബിസിനസ് മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കാണ്. കേരളത്തിനകത്തും പുറത്തുമൊക്കെ ധാരാളം കോളേജസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചൊക്കെയുള്ള ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് മാത്രം കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.